മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് 4 വിക്കറ്റിൻ്റെ ജയമാണ് എത്തിയത്. 126 ലക്ഷം പിന്തുടർന്ന ഓസ്ട്രേലിയ 13.2 ഓവറിൽ കളി ജയിച്ച് 4 വിക്കറ്റിൻ്റെ ജയമാണ് നേടിയിരിക്കുന്നത്. ട്രാവിസ് ഹെഡ്, മിച്ചൽ ഓവൻ, ജോഷ് ഇംഗ്ലീഷ് ഈ 3 പേര് 2 അക്കം കടന്നു. കൂടാതെ തന്നെ 46 എടുത്ത മിച്ചൽ മാഷാണ് ഇവരുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യക്ക് വേണ്ടി ബുംറ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്ന് പറഞ്ഞ ഈ 3 ആൾക്കാർ ആണ് 2 വിക്കറ്റ് വെച്ച് എടുത്തു. പിന്നെ അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സ് ഒക്കെ കൊണ്ടാണ് ഇന്ത്യ 100 കടന്നത്. കൂടാതെ തന്നെ 33 ബോളിൽ 35 എടുത്ത ഹർഷിത് റാണെ മാത്രമാണ് പിന്നെ 2 അക്കം കടന്നത്. നാഥാൻ എല്ലിസ്, സേവ്യർ ബാർട്ട്ലറ്റ് എന്നിവർ 2 വിക്കറ്റും ജോഷ് ഹേസൽവുഡ് 3 വിക്കറ്റും ഓസ്ട്രേലിയക്ക് വേണ്ടി വീഴ്ത്തി. ഓസ്ട്രേലിയക്ക് വേണ്ടി നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഹെഡ് മാഷ് ഉണ്ടാക്കിയത്. 51 റണ്ണ് എന്ന പാർട്ണർഷിപ്പാണ് ഇരുവരും കൂട്ടിച്ചേർത്തത്. 5ാം ഓവറിൽ വരുൺ ചക്രവർത്തി ഹെഡിനെ ഔട്ടാക്കി ഇന്ത്യക്ക് വേണ്ടി ബ്രേക്ക് ത്രൂ നൽകിയത്. പിന്നെ ജോഷ് ഇംഗ്ലീഷിന് ഒപ്പം 36 റണ്ണ് 2ാം വിക്കറ്റ് പാർട്ണർഷിപ്പുമായി പോയി. പിന്നെ മിച്ചൽ മാഷ് പോവുകയും ചെയ്തു. 46 റണ്ണ് എടുത്ത ജോഷ് ഇംഗ്ലീഷിന്റെ ഇന്നിങ്സാണ് ഇന്ത്യയിൽ നിന്ന് കളി കൊണ്ടുപോയത്. മാഷ് പോയപ്പോൾ 39 റണ്ണ് മതിയായിരുന്നു. 8 വിക്കറ്റ് കൈകളിലും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇന്ത്യ വേഗം തന്നെ 4 വിക്കറ്റ് എടുത്തു. എങ്കിൽ പോലും ഇന്ത്യക്ക് ജയം ഉണ്ടാവാൻ സാധിച്ചിട്ടില്ല. വേഗം തന്നെ വിക്കറ്റ് പോയി എങ്കിൽ പോലും തന്നെ മാർക്കസ് സ്റ്റോയിനിസ് ഡബിൾ ഓടി ഓസീസിനെ വിജയത്തിലേക്ക് എത്തി. ഇപ്പോൾ 1-0 എന്ന ലീഡിങ്ങിലാണ് ഓസ്ട്രേലിയ. MCG വെച്ച് ജയിച്ചിരിക്കുകയാണ്. അടുത്ത T20 നാളെ ഉച്ചയ്ക്ക് 1:45 നിഞ്ച സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ നാളെ ഇന്ത്യ ജയിക്കുമോ ഇല്ലേ എന്ന കൂടുതൽ അറിയിപ്പുകളായിട്ട് നാളെ കാണാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പിന്നെ